വൈകുന്നേരം ആയപ്പോഴത്തേനും കൂട്ടം കൂടി ഓരോരുത്തർ ഓരോ കോണിലായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കിച്ചണിലുള്ള ആൾക്കാർ മാത്രം, കിച്ചൺ ടീമായിട്ടല്ല, അല്ലാതെ ആൾക്കാരോട് ഉൾപ്പെടെയാണ്. അവിടെ പാട്ടും പാടി രസകരമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്തവരൊക്കെ ഓരോരോ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഈ അർജുനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അർജുനെ തോപ്പിച്ചവരെ കുറിച്ചുള്ള ചർച്ചകൾ, ഇങ്ങനെ തണൽ ടീമിനെ കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളാണ്. ഗബ്രിയും ശ്രീരേഖയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും നോറയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നോറയുടെ കാര്യം, ഇവര് ശ്രീരേഖ തുടക്കത്തിൽ ഇത്ര ഇതില്ലായിരുന്നു. ഇപ്പം ശ്രീരേഖ കുറ്റം പറച്ചിലിന്റെ മുന്നിൽ നിൽക്കുന്ന ആള്. ശ്രീരേഖ പറയുന്നത് അവിടെ നോറ ജിൻഡോടെ തനി പകർപ്പാന്നാണ് പറയുന്നത്. ഇവരെ അർജുനൊക്കെ പറയുന്നത് നേരെ ഇവരെ മറ്റുള്ളവരെ എല്ലാരെയുമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി അവരവിടെ ഇരിക്കുന്നു. ഓരോരുത്തർ ഓരോ കോണിൽ ഇങ്ങനെ ഇരിക്കും. നോറയുടെ കൂട്ടര്, അതായത് ടണൽ ടീമാണ് ഇപ്പൊ മുന്നിൽ വന്നിരിക്കുന്നത്. അവര് മാത്രം അവിടെ 3 പേര് ഇരുന്നുകൊണ്ട് ചർച്ചയിലാണ്. കാര്യം നോറെ ഇവിടുത്തെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു, നീ മാറാതിരുന്നാ മതി എന്ന്. നോറ പറയുന്നു ടാസ്ക് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. എന്നാൽ സായി കൂട്ടിപ്പിടിപ്പിന്റെ ആളാണല്ലോ. സായി അവിടെ ഇവിടെ എല്ലായിടത്തുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. ഇവര് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ വെക്കാനുള്ള തിരക്കിലാണ് ശ്രീതു. അപ്പം കുറെ പേര് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചോണ്ടേ ഇരിക്കുന്നു. സായി അവിടെ എവിടെയും കുറ്റം പറഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുവാണ്, ഇങ്ങനെ പിടിച്ചെടുക്കുവാണ്. ജിൻഡോയും രതീഷും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് ഇവരിങ്ങനെ ചർച്ചയില് പല കാര്യങ്ങൾ പറയുവാണ്. കാര്യം ഇതിനകത്ത് ഇവര് പ്രത്യേകം ചോദിക്കുന്ന ഒരു കാര്യം, ഗബ്രിയും ജാസ്മിനും കൂടെ മിണ്ടുന്നേ കണ്ടോന്ന്. കാര്യം ഇന്ന് ഭയങ്കര അടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരൊക്കെ നടത്തി ബഹളമായിരുന്നു. അപ്പൊ മിണ്ടുന്നേ കണ്ടോ എന്നും ചോദിച്ചുകൊണ്ടുള്ള സംസാരത്തില് ജിൻഡു അതിനിടയ്ക്ക് കിച്ചണിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ കിച്ചൺ ടീമല്ലേ, ഞാൻ എന്തെങ്കിലും പണി ചെയ്യണോ? അപ്പം ജാസ്മിനാണ് അവിടുത്തെ ക്യാപ്റ്റൻ. ജാസ്മിൻ പറഞ്ഞു വേണ്ട, ഞാന് എല്ലാ പണിയും ചെയ്ത് കഴിയുമ്പം ജിൻഡു ചേട്ടൻ വന്ന് എല്ലാം ഒന്ന് തുടച്ചെല്ലാം ക്ലീൻ ആക്കി തന്നേച്ചാ മതി എന്ന് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അവർ രണ്ടും കൂടെ സുഖമായിട്ട് അവിടെ വന്ന് കിടന്ന് ചർച്ചകളിലാണ്. കിച്ചൺ ടീമാണ് വളരെ ആസ്വദിച്ച് ചെയ്യുന്നത് കേട്ടോ. വൈകിട്ടായപ്പോഴത്തെ അല്ലാതെ മറ്റു പണികളൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ചർച്ചകളിൽ മുഴുകിയിരിക്കുകയാണ്. ഇവിടെ ടണൽ ടീമാണ് ജയിച്ചിരിക്കുന്നത്. ക്യാപ്റ്റനായിട്ട് നോറെ ആക്കണം എന്നൊക്കെ പറഞ്ഞ വലിയ പ്രമോ കാണിച്ചിരിക്കുന്നത് നാളെ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നാളെ നമുക്കറിയാം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്.